യൂമി സെൽ സീസൺ 3യുടെ 3ാം എപ്പിസോഡ് ഒരു ബേസ്ബോൾ മത്സരത്തോടെയാണ് തുടങ്ങുന്നത്. ഷിൻസുൻ തന്റെ മേൽനോട്ടത്തിലുള്ള ഒരു റൈറ്ററുടെ കൂടെ ബേസ്ബോൾ മത്സരം കാണാൻ എത്തിയിരിക്കുകയാണ്. റൈറ്റർ ആണെങ്കിൽ വളരെ ആവേശത്തോടെ കാണുമ്പോൾ ഷിൻസുൻ അവരുടെ ഇടയിൽപ്പെട്ട് ആകെ വട്ടായിരിക്കുന്നത് കാണാം. അവരുടെ ഇടയിൽപ്പെട്ട് കഴിയുമ്പോൾ ഷിൻസുനിന്റെ എനർജി കുറഞ്ഞു വരുന്നു. അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നാണ് അവന്. അതുകൊണ്ട് തന്നെ ഷിൻസുൻ ലോ പവർ മോഡിലേക്ക് പോകുന്നു. ആ സമയത്ത് റാഷണൽ സെൽ മാത്രമാണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ഡേയോങ്ങിനും മറ്റൊരു എഴുത്തുകാരനും കൂടെയുള്ള സിനിമ കാണലിന് ശേഷം ഒട്ടും നേരം കളയാതെ അവൻ ഓഫീസിലെത്തി. അവിടെ നിന്നും അവൻ നേരെ യൂമിയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴേക്കും അവന്റെ ബാറ്ററി പൂർണ്ണമായി കുറഞ്ഞിരുന്നു. ആകെ വട്ടുപിടിച്ച് ഒട്ടും റെസ്റ്റില്ലാതെ വന്നപ്പോഴാണ് അന്ന് ആദ്യ ദിവസം യൂമിയോട് അവൻ അധികം സംസാരിക്കാതെ ഇരുന്നതും അന്ന് ബസ്സിൽ വെച്ച് ഹെഡ്ഫോൺ വെച്ച് നേരം കളഞ്ഞതും. പക്ഷേ ഇതൊന്നും അറിയാതെ യൂമി ഷിൻസുനിനെ തെറ്റിദ്ധരിച്ചു. സ്വന്തം വീട്ടിലെത്തിയതോടെ ഷിൻസുനിന്റെ മറ്റു സെല്ലുകളെല്ലാം വീണ്ടും ഉണരുന്നു. അവൻ ആക്റ്റീവ് ആവുകയാണ്. നമ്മൾ നോർമൽ കാണുന്ന ഷിൻസുനെ അല്ല അത്. വീട്ടിലിരുന്ന് ബേസ്ബോളും സിനിമകളും ആസ്വദിക്കുന്ന ഷിൻസുനിനെ കാണാം. വീട്ടിലെത്തി റിലാക്സ് ആവുമ്പോഴാണ് അവൻ യൂമിക്ക് കൂടുതൽ നല്ല ഫീഡ്ബാക്ക് നൽകുന്നത്. ഇത്രയും ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് റെസ്റ്റ് എടുക്കാൻ വരുന്ന ഷിൻസുനിന് അടുത്ത ദിവസം കോൾ വരുന്നുണ്ട്. പി.ഡി. ജാങ്ങിന് ഫാമിലി എമർജൻസി കാരണം യൂമിയുടെ ഒപ്പം ബൂസാനിലേക്ക് പോകാൻ കഴിയില്ല എന്നും വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്നുമായിരുന്നു ആ കോളിൽ പറഞ്ഞത്. ഒട്ടും നേരമില്ലാത്തതിനാലും ഉറക്കത്തിൽ നിന്നും എണീറ്റ് ബ്രഷ് പോലും ചെയ്യാതെ ബാഗും പാക്ക് ചെയ്ത് ഷിൻസുൻ ട്രെയിൻ പിടിക്കാൻ പാഞ്ഞോടുന്നു. ടാക്സിയിൽ ഇരിക്കുമ്പോഴാണ് സ്പെക്സ് എടുത്തില്ലല്ലോ എന്ന് അവൻ ഓർക്കുന്നത്. ഇനി എന്തായാലും തിരിച്ചു പോകാൻ നേരമില്ല. പെട്ടെന്ന് ഓടി വന്നതുകൊണ്ട് തന്നെ ഷിൻസുൻ മറ്റുള്ളവരിൽ നിന്ന് അകലെയിരിക്കുന്നു. അപ്പോഴാണ് കഥ പ്രസന്റിലേക്ക് തിരികെ എത്തുന്നത്. യൂമി അവനോട് ടീം വിട്ടുപോകുന്നത് എന്തിനാണെന്നും നിനക്കെന്നിൽ എന്താണ് ഇഷ്ടമല്ലാത്തതെന്നും ചോദിക്കുന്നു. അതുകൂടി കേൾക്കുമ്പോൾ ഷിൻസുനിന്റെ ബാറ്ററി പൂർണ്ണമായും തീരുകയാണ്. പാവമല്ലേ, ഇത്രയും ഓടി വന്നിട്ട് ഇനി എന്തൊക്കെ കേൾക്കണം. അതിനാൽ അവൻ അവളെ നോക്കി പുഞ്ചിരിക്കുന്നു. എന്നാൽ അവന്റെ ചിരി കാണുന്ന അതേ സമയം തന്നെ യൂമിയുടെ സെൽ ഗ്രാമത്തിൽ മിന്നൽ പെയ്യുന്നു. എന്താണ് ഉണ്ടായതെന്ന് സെല്ലുകൾക്ക് മനസ്സിലാകുന്നില്ല. അതിനിടയിൽ പി.ഡി. ജാങ് വിളിച്ചതോടെ ഷിൻസുൻ യൂമിയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. കൂടെ അവൻ സംസാരിക്കാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നുമുണ്ട്. പക്ഷേ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ട്രെയിൻ പുറപ്പെടുന്നു. യൂമി ട്രെയിനിൽ ഇരുന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന ഷിൻസുൻ ഒന്നും അറിയുന്നില്ല. കോൾ കട്ടാക്കുമ്പോഴാണ് ട്രെയിൻ എടുത്ത കാര്യം അവൻ അറിയുന്നത്. ഒന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് യൂമിക്ക് മെസ്സേജ് അയച്ച് സോറി പറഞ്ഞ് അടുത്ത ട്രെയിനിൽ വരാമെന്ന് അവൻ പറയുന്നു. ഇതേ സമയം നേരത്തെ വന്ന മിന്നൽ എല്ലാ ആംഗ്രി സ്നാപ്പേഴ്സിനെയും ഇല്ലാതാക്കിയെന്ന് യൂമിയുടെ സെൽ ഗ്രാമത്തിൽ സെല്ലുകൾ മനസ്സിലാക്കുന്നു. അതെ, ഇത്ര നാളും യൂമിക്ക് ഷിൻസുനിനോടുണ്ടായിരുന്ന ദേഷ്യം എല്ലാം ഇല്ലാതായിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ മിന്നൽ ഇപ്പോൾ വന്നതെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഫ്രീസർ പോഡിൽ നിന്നൊരു സെൽ പുറത്തു വന്നതായി അവർ മനസ്സിലാക്കുന്നത്. അതെ, അത് തന്നെ, യൂമിയുടെ ലവ് സെൽ പുറത്തു വന്നിരിക്കുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഷിൻസുനിന്റെ ബാറ്ററി അല്പം റീചാർജ് ആകുന്നു. കാരണം വർക്ക് പ്രഷർ ഒന്നുമില്ലല്ലോ. അതേസമയം ഇവിടെ ബൂസാനിൽ അവരുടെ 2 ബാഗുകളും പിടിച്ച് യൂമി അവനെ കാത്തിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഷിൻസുനിനെ കണ്ടതോടെ വീണ്ടും മിന്നൽ പെയ്യുന്നു. അതെ, അത് തന്നെ, മനസ്സിലായില്ലേ? ഒരു ഫീലിങ്സും ഇല്ലാതിരുന്ന യൂമിക്ക് പ്രണയം തുടങ്ങിയിരിക്കുന്നു. കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് റൈറ്റർമാരുടെ പേടിയായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ തനിക്ക് ഈ ജോലിയിൽ റെസ്റ്റ് കിട്ടുന്നില്ല എന്നും അതുകൊണ്ടാണ് താൻ യൂമിയുടെ പേടിയിൽ നിന്ന് ഒഴിവ് വേണമെന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ലെന്ന് അവൻ യൂമിയോട് തുറന്നു പറയുന്നു. എന്നാൽ ഷിൻസുനിന്റെ കൈ യൂമിയുടെ കയ്യിൽ തട്ടിയപ്പോൾ യൂമിക്ക് ഒരു സ്പാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ബൂസാനിൽ നടന്ന ഇവന്റ് വിജയകരമായി നടക്കുന്നു. പിന്നീട് കഥ യൂമി തന്റെ സ്റ്റുഡിയോയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. പുറത്തേക്ക് ശാന്തമായ പോലെ തോന്നുന്നുണ്ടെങ്കിലും യൂമിയുടെ ഉള്ളിൽ അവളുടെ സെൽ ഗ്രാമം മുഴുവൻ മിന്നലേറ്റ് തകർന്നിരിക്കുകയാണ്. അടുത്ത ദിവസം മീറ്റിംഗിലേക്ക് നാഹുയി ഒരു കേക്ക് കൊണ്ടുവരുന്നു. കാരണം എന്താണെന്ന് യൂമി ചോദിക്കുമ്പോൾ ഇന്ന് ഷിൻസുനിന്റെ പിറന്നാളാണ് എന്നവൾ പറയുന്നുണ്ട്. അവൻ ഇനി വരില്ല എന്നും പീടി മാറുന്ന കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടെന്നും യൂമി പറയുമ്പോൾ നാഹുയി അവന് മെസ്സേജ് അയക്കുന്നു. താൻ അവിടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് വരാമെന്ന് ഷിൻസുൻ പറയുമ്പോൾ യൂമിയുടെ മനസ്സിൽ സന്തോഷം തോന്നുകയാണ്. അവൻ വരുന്നതല്ലേ എന്ന് കരുതി നാഹുയി കാണാതെ സുന്ദരിയാവാൻ വേണ്ടി ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട് വന്ന് ഒന്നും അറിയാത്ത പോലെ നിൽക്കുമ്പോൾ എനിക്കും തരോ ഇപ്പോഴിട്ട ലിപ് ഗ്ലോസ് എന്ന് ചോദിക്കുകയാണ് നാഹുയി. അവൾ അത് കണ്ടു എന്നറിയുമ്പോൾ യൂമിക്ക് ചമ്മലാവുന്നുണ്ട്.
ഷിൻസുൻ എത്തിയപ്പോൾ ബൂസാൻ ഇവന്റിൽ എടുത്ത യൂമിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തത് അവൻ യൂമിക്ക് സമ്മാനിക്കുന്നു. നാഹുയി കേക്ക് പുറത്തെടുക്കുമ്പോഴാണ് അങ്ങനെ ഒരു സർപ്രൈസ് അവൻ അറിയുന്നത്. എന്തായാലും സംസാരത്തിന്റെ ഇടയിൽ ഷിൻസുനിന് വെറും 29 വയസ്സാണെന്ന് അറിയുമ്പോൾ അവന് പ്രായം തന്നേക്കാൾ കുറവാണെന്ന് മനസ്സിലാക്കി യൂമി ഞെട്ടുകയാണ്. എന്തായാലും അന്ന് ഷിൻസുൻ നന്നായി സംസാരിക്കുന്നതായി ശ്രദ്ധിച്ച നാഹുയി ആ കാര്യം പറയുമ്പോൾ ഇത് ജോലിക്കല്ലല്ലോ വന്നിരിക്കുന്നതെന്ന് അവൻ തിരിച്ചു പറയുന്നു. അപ്പോൾ അതുപോലെ ഷിൻസുനിന് സംസാരിക്കാൻ അറിയാമല്ലേ? ഷിൻസുൻ അടുത്ത ദിവസം ബൂസാനിൽ നടക്കുന്ന പബ്ലിഷിംഗ് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു. സത്യത്തിൽ യൂമിയെയും ഇവന്റിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും അവൾക്ക് താല്പര്യമില്ലാത്തതിനാൽ അവൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. ഇതിനിടെ യൂമിയുടെ മനസ്സിൽ റൈറ്റർ സെൽ മറ്റു സെല്ലുകൾ ഷിൻസുനിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതിൽ അസ്വസ്ഥനായി കഴിയുകയാണ്. യൂമിക്കിപ്പോൾ എഴുത്തിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഷിൻസുനിന്റെ കാര്യത്തിൽ ആയതുകൊണ്ടാകാം. യൂമി നാഹുയോടൊപ്പമുള്ള റൈറ്റിംഗ് സെഷൻ പകുതിയിൽ അവസാനിപ്പിച്ച് ഷിൻസുനിന്റെ ഒപ്പം ബൂസാനിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇത് കൂടിയാകുമ്പോൾ റൈറ്റർ സെല്ലിന് ദേഷ്യം വരികയാണ്. ഇതോടെ യൂമിയുടെ മനസ്സിലെ ലവ് സെൽ റൈറ്റർ സെല്ലിന്റെ ടവറിലേക്കെത്തി പ്രൈം സെൽ സ്ഥാനം താൻ തിരികെ ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. അതെ, യൂമി ഇപ്പോൾ നോവൽ എഴുതുന്നതിനേക്കാൾ പ്രാധാന്യം ലവിന് നൽകുന്നുണ്ട്. യൂമി ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ PD ജാങ് വിളിച്ച് ഷിൻസുനും അതേ ട്രെയിനിലായിരിക്കുമെന്ന് യൂമിയോട് പറയുന്നു. അവിടെ എത്തുമ്പോൾ ഷിൻസുൻ അവളെ സ്വാഗതം ചെയ്ത് യൂമിയുടെ ബാഗുമായി നടന്നു പോകുമ്പോൾ യൂമി ഒടുവിൽ തനിക്ക് ഷിൻസുനിനെ ഇഷ്ടമാണെന്ന് മനസ്സിൽ സമ്മതിക്കുന്നു. ഇതേ സമയം യൂമിയുടെ മനസ്സിൽ റൈറ്റർ സെല്ലിനെ കെട്ടിയിട്ട് കൊണ്ടുപോകുകയാണ് എല്ലാവരും. പക്ഷേ ഷിൻസുനിന് തിരിച്ച് യൂമിയെ ഇഷ്ടമല്ലെന്ന് റൈറ്റർ സെൽ മറ്റു സെല്ലുകളോട് വാദിക്കുന്നു. ട്രെയിനിൽ കയറി ഷിൻസുൻ വീണ്ടും ഹെഡ്സെറ്റ് വെക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല, ഈ പ്രാവശ്യം യൂമിക്ക് കുറച്ച് സന്തോഷം തോന്നുകയാണ്. ഇതോടെ യൂമിയുടെ ബോറായി പോയിക്കൊണ്ടിരുന്ന ജീവിതം കളർഫുൾ ആവാൻ പോവുകയാണെന്ന് ലവ് സെൽ റൈറ്റർ സെല്ലിനോട് പറയുന്നതിലൂടെ യൂമി സെൽസ് സീസൺ 3യുടെ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. യൂമിയുടെ ജീവിതം കളർഫുൾ ആകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.